ഡയലോഗ് അല്ലേ? കേരളത്തിലെ സംഘികൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായി കാണില്ല. പൃഥ്വിരാജ് ചിത്രം എമ്പുരാനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൽ പ്രതികരിച്ച് സംവിധായിക ഐഷ സുൽത്താന. എമ്പുരാൻ കണ്ടിട്ട് കേരളത്തിലെ സംഘികൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് ഐഷ സുൽത്താന ഫേസ്ബുക്കിൽ കുറിച്ചു. പൃഥ്വിരാജിനെ ജിഹാദി തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന നീയൊക്കെ ആ സിനിമയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ലാലേട്ടനെയും അതിനെ പിന്തുടർന്ന് പൃഥ്വിരാജിന്റെയും സീനുകൾ കണ്ടില്ലേ എന്ന് ഐഷ ചോദിക്കുന്നു. ഈ സിനിമയും ആ കാണിച്ച വിഷ്വൽസിന്റെ ഡെപ്തും മനസ്സിലാവാത്ത സംഘികളാണ് ശരിക്കും ഗോദ ഗോദ എന്ന് പറഞ്ഞ് മലക്കം അറിയുന്നത്. ഹിന്ദി ഡയലോഗ് ആയതുകൊണ്ടാവാം കേരളത്തിലെ സംഘികൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ടാണോ ഭാരതം മുഴുവനും ഹിന്ദി ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഐഷ സുൽത്താന ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഒന്നാമതായി ഈ സിനിമ തുടങ്ങുന്നത് താങ്ക്സ് കാർഡിൽ ഗുജറാത്ത് ഗവൺമെന്റിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം ഗോദ ട്രെയിനിലെ തീവെപ്പാണ്. അതിൽ കുട്ടികളും സ്ത്രീകളും സന്യാസിമാർ അടക്കം വെന്ത് കത്തുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിലെ ഒരു പിഞ്ച് പെൺകുട്ടി കത്തുന്നതിന് മുൻപ് അവിടെ പാടിയ പാട്ടാണ് എമ്പുരാനെ എന്ന വോയിസ്. ആ പിഞ്ചു കുഞ്ഞു പാടിയപ്പോൾ ആ സിനിമ കണ്ടിരുന്ന എൻ്റെ നെഞ്ച് വരെ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഗോദ ട്രെയിൻ തീപിടുത്തത്തിൽ മരിച്ച ആ പിഞ്ചു കുഞ്ഞിന്റെ എമ്പുരാനെ എന്ന ആ വിളിക്ക് വോയിസ് കൊടുത്തത് പൃഥ്വിരാജിന്റെ മോളായ അലങ്കൃതയാണ്. ഗോദ ട്രെയിനിൽ കത്തിച്ചാമ്പലാകുന്ന പിഞ്ചു പെൺകുട്ടിക്ക് പൃഥ്വിരാജിന്റെ മോളുടെ വോയിസ് കൊടുത്ത ബ്രില്യൻസ് ഉണ്ടല്ലോ, അത് സംഘികളെ നിങ്ങൾ കണ്ടു കാണില്ല. നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ കുരു പൊട്ടില്ലായിരുന്നു. ഈ സിനിമയും ആ കാണിച്ച വിഷ്വൽസിന്റെ ഡെപ്തും മനസ്സിലാവാത്ത സംഘികളാണ് ശരിക്കും ഗോദ ഗോദ എന്ന് പറഞ്ഞ് മലക്കം അറിയുന്നതും. ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് അതിന് പകരം വീട്ടിലെന്നോളം മുസ്ലിമിനെ കൊല്ലുന്നത് കാണിക്കുന്നത്. അവിടെയും ആ മുസ്ലിമായിട്ടുള്ള ആളുകൾ സഹായം തേടിപ്പോയത് ഒരു ഹിന്ദു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അവിടെ അവർക്കുള്ള സഹായം ഒരുക്കി കൊടുക്കുന്നു. അതിൽ നിന്നും പൃഥ്വിരാജ് നൽകിയ മതേതരത്വം എന്ന സന്ദേശം എങ്ങനെയാണ് കാണുന്നത്? പൃഥ്വിരാജിനെ ജിഹാദി തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന നീയൊക്കെ ആ സിനിമയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചെടുക്കുന്ന ലാലേട്ടനെയും അതിനെ പിന്തുടർന്ന് പൃഥ്വിരാജിന്റെയും സീനുകൾ കണ്ടിട്ടില്ലേ? അതെങ്ങനെ കാണാനല്ലേ? ഹിന്ദി ഡയലോഗ് ആയതുകൊണ്ടാവാം കേരളത്തിലെ സംഘികൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവാഞ്ഞത്. എന്നിട്ടാണോ ഭാരതം മുഴുവൻ ഹിന്ദി ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഈ സിനിമ കണ്ട് ഏതോ ഒരുത്തൻ പറഞ്ഞല്ലോ മോഹൻലാലിന് വെറും 5 ഡയലോഗ് മാത്രമേ ഉള്ളൂന്ന്. ആ വ്യക്തിയെ എൻ്റെ മുന്നിൽ കണ്ടാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഡയലോഗ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ധാരാളമുണ്ട്. നിനക്ക് ഭാഷ അറിയാത്തത് ആ സിനിമയുടെ കുഴപ്പമല്ലല്ലോ. ഈ സിനിമ മലയാളികൾക്ക് വേണ്ടി മാത്രം എടുത്തതൊന്നുമല്ല, പാൻ ഇന്ത്യൻ സിനിമയാണ്. അത് മനസ്സിലാക്കിയിട്ട് കയറി കാണണമായിരുന്നു നിങ്ങൾ. ഇത്രയും പെർഫെക്റ്റ് ആയ ലാലേട്ടന്റെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഞാൻ പോയി തിയേറ്ററിൽ കണ്ടിട്ടില്ല. ലൂസിഫർ എന്ന സിനിമയുടെ മുകളിലാണ് എമ്പുരാൻ നിൽക്കുന്നത് എന്ന സത്യം ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. മറ്റൊരു കാര്യം എവിടെയോ പറഞ്ഞു കേട്ടു, ലാലേട്ടന് കോട്ടിട്ടാൽ ഒട്ടും ചേരില്ലെന്ന്. ഈ സിനിമയിലെ ലാലേട്ടന്റെ വിരലുകളും മോതിരവും കണ്ണുകളും കോട്ടും മുണ്ടും കറുത്ത ഷർട്ടും വരെ അഭിനയിച്ചിട്ടുണ്ട്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് രംഗങ്ങൾ ചിത്രീകരിച്ചത്. ഇനി വേറെ എവിടെയോ കേട്ടിട്ടുണ്ട് പുഷ്പ, RRR, KGF അതിൻ്റെ ഒന്നും അടുത്തുപോലും എമ്പുരാൻ എത്തിയിട്ടില്ല എന്ന്. ഈ പറയുന്ന എല്ലാ സിനിമയും ഞാനും കണ്ടതാണ്. ഒരൊറ്റ മസാല പോലും ഇല്ലാതെ എമ്പുരാനിൽ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം നീയൊക്കെ പറയുന്ന ആ മസാല സിനിമയ്ക്ക് കിട്ടില്ല എന്നതാണ് സത്യം. കേരളത്തിൽ നിന്നും ഇത്രയും ക്ലാസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മാസ് സിനിമ, അതും ഹോളിവുഡ് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തു തിയേറ്ററിൽ റിലീസ് ചെയ്തെങ്കിൽ അതിവിടുത്തെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു ചിത്രമാണ്. ഇന്ത്യൻ സിനിമകളുടെ തട്ടിൽ വെച്ച് നോക്കുമ്പോൾ എമ്പുരാന്റെ തട്ട് ഏറ്റവും മികച്ചതാണ്. ഞാൻ മനസ്സിലാക്കിയ കേരളത്തിലെ സംഘികളുടെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെയാണ്. അവർക്ക് എമ്പുരാന്റെ ഡയലോഗും ഒന്നും മനസ്സിലായി കാണില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടോ എന്ന് ഒന്നുകൂടെ പോയി ഈ സിനിമ കണ്ട് സംഘികൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഈ സിനിമയെടുത്ത പൃഥ്വിരാജിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ജയ് ഹിന്ദ്. ഇതായിരുന്നു ഐഷ സുൽത്താനയുടെ വാക്കുകൾ.